നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഓഗസ്റ്റ് 20 ബുധൻ 2025 വാർത്തകളിലേക്ക്. 2021 ഫെബ്രുവരി മുതൽ 2024 ജനുവരി വരെ മഹാരാഷ്ട്രയിലെ BJP വക്താവായിരുന്ന ആരതി അരുൺ സാദെ ബോംബെ ഹൈക്കോടതിയിൽ ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ആരതിയെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കാനുള്ള സുപ്രീം കോടതി കൊളീജിയത്തിൻ്റെ ശുപാർശയ്ക്കെതിരെ നേരത്തെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ആരതിയുടെ BJP ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇത്. എന്നാൽ ആരതി പാർട്ടിയിൽ നേരത്തെ തന്നെ രാജിവെച്ചതാണെന്നായിരുന്നു BJPയുടെ മറുപടി. ചീഫ് ജസ്റ്റിസ് അലോക് ആരാധയാണ് ആരതി അരുൺ സാദയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. ഗവർണർ നിയമനം നടത്തേണ്ടത് മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാ ക്രമത്തിലാണെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ മുഖ്യമന്ത്രിക്ക് മുൻഗണനാ ക്രമം നിശ്ചയിക്കാമെന്നും അതേ മുൻഗണനാ ക്രമത്തിൽ നിയമനം നടത്തണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ എതിർപ്പുണ്ടെങ്കിൽ ചാൻസലർ സുപ്രീം കോടതിയെ അറിയിക്കണമെന്നും തുടർന്ന് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി അന്തിമ തീരുമാനമെടുക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം 26 മുതലെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ AY വിഭാഗത്തിനും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്. കിറ്റിൽ 14 ഇനം സാധനങ്ങൾ ലഭിക്കും. സെപ്റ്റംബർ 4 വിതരണം പൂർത്തിയാക്കും. 6 ലക്ഷത്തിൽ പരം AY കാർഡുകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യക്കിറ്റ് നൽകുകയെന്നും മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 1 മുതൽ കേരളത്തിലെ പ്രധാന സർക്കാർ ആശുപത്രിയിലെല്ലാം മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക OP കൗണ്ടർ തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, ജില്ലാ ജനറൽ ആശുപത്രികൾ, സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക OP കൗണ്ടർ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. കത്ത് വിവാദത്തിൽ വ്യവസായി മുഹമ്മദ് ഹർഷാദിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അപകീർത്തികരമായ പ്രതികരണങ്ങൾ നടത്തിയതിനാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രതികരണങ്ങൾ പിൻവലിക്കണമെന്നും ഇനിമേലാൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ലെന്നും അഭിഭാഷകൻ M രാജഗോപാലൻ നായർ മുഖേന അയച്ച നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യോത്സവ ചർച്ചയിൽ നിന്ന് ശിശുക്ഷേമ സമിതി മുൻ ജനറൽ സെക്രട്ടറിയും DYFI നേതാവുമായിരുന്ന ഷിജു ഖാനെ ഒഴിവാക്കി. തിരുവനന്തപുരത്തെ അനുപമയുടെ ദത്ത് വിവാദത്തിൽ ഷിജു ഖാനെതിരെ അനുപമയും സഹപാനലിസ്റ്റും രംഗത്തെത്തിയതിനെ തുടർന്നാണ് അക്കാദമിയുടെ ഈ നടപടി. സാഹിത്യോത്സവ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് ഷിജു ഖാൻ മോഡറേറ്റ് ചെയ്യാനിരുന്ന സെഷൻ ഒഴിവാക്കുന്നതെന്ന് അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദനും പറഞ്ഞു. സ്കൂൾ സമയ മാറ്റവുമായി ബന്ധപ്പെട്ട് മതപണ്ഡിതന്മാർ പുനർവിചിന്തനം നടത്തണമെന്ന് സ്പീക്കർ AN ഷംസീർ. സ്കൂൾ സമയത്ത് മുമ്പ് മാത്രമേ മതപഠനം നടക്കൂ എന്ന വാശി ഒഴിവാക്കണമെന്ന് AN ഷംസീർ പറഞ്ഞു. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറണം. 10 മുതൽ 4 വരെയുള്ള ക്ലാസ് സമയത്തിൻ്റെ മാറ്റത്തിനെക്കുറിച്ച് സജീവ ചർച്ച വേണമെന്നും ഗൾഫ് രാജ്യങ്ങളിൽ പോലും മാറ്റമുണ്ടായെന്നും സ്പീക്കർ പറഞ്ഞു. സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ സ്കൂൾ സമയമാറ്റത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വീണ്ടും പോസ്റ്റുമായി ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനുമായ K പോൾ. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് തുക നൽകണമെന്ന് K പോൾ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ തൻ്റെ FCRA അക്കൗണ്ട് പുനഃസ്ഥാപിക്കണമെന്നും നിമിഷപ്രിയ വിഷയത്തിൽ ലക്ഷങ്ങൾ താൻ ഇതുവരെ ചിലവാക്കിയെന്നും പുതിയൊരു അക്കൗണ്ട് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത് കാത്തിരിക്കുകയാണെന്നും പോൾ പറഞ്ഞു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്കായി പണം ശേഖരിക്കുന്ന പ്രചരണം വ്യാജമെന്ന് സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിൽ പണം അയക്കണമെന്ന K പോളിൻ്റെ പോസ്റ്റിനാണ് വിദേശകാര്യ മന്ത്രാലയം വിശദീകരണം നൽകിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള പോസ്റ്റ് വ്യാജമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ. സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ സവർക്കറുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂർ പടിഞ്ഞാറക്കോട്ടിൽ പ്രതിഷേധത്തിന് എത്തിയ KSU പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി പോലീസ്. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, പ്രവർത്തകർ അക്ഷയ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. RSSനെതിരെ പ്രതികരിക്കുന്നവരെയാണ് പിണറായി പോലീസ് തടയുന്നതെന്നും ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന നടപടിയല്ലെന്നും ഗോകുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 1014 വെളിച്ചെണ്ണ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വിവിധ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ 17,000 ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടിച്ചെടുത്തു. 469 സാമ്പിളുകൾ ശേഖരിച്ച നടപടി സ്വീകരിച്ചു. 25 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കേര സൂര്യ, കേര ഹരിതം, കുട്ടനാടൻ കേര തുടങ്ങിയ പേരുള്ള വെളിച്ചെണ്ണ നിർമ്മാതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് വിലക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ കടുത്ത വിമർശനത്തോടെ തള്ളി സുപ്രീം കോടതി. പൗരന്മാരുടെ ദുരവസ്ഥയിൽ ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ പണം നൽകേണ്ടതില്ലെന്നും വിധിച്ചു. ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി സപ്ലൈക്ക്. പുട്ടുപൊടി, അപ്പംപൊടി, പായസം, മിക്സ്, പഞ്ചസാര, ഉപ്പ്, പാലക്കാടൻ മട്ട എന്നിവയാണ്
വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നടി റീമ കല്ലിങ്ങിന് പുതിയ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന നടത്തി. പണം കടം കൊടുത്തവരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. എറണാകുളം കോട്ടുപള്ളി സ്വദേശി ആശ ബെന്നിയാണ് മരിച്ചത്. 10 ലക്ഷത്തോളം രൂപ ആണ് ആശ പലിശയ്ക്ക് കടം വാങ്ങിയതെന്നാണ് വിവരം. പാലക്കാട് കൊഴിഞ്ഞമ്പാറയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. കൊഴിഞ്ഞമ്പാറ കരമ്പറ്റ സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഒരാൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി സന്തോഷിനെ കൊലപ്പെടുത്തുകയായിരുന്നു. അയർലൻഡിൽ ഇന്ത്യക്കാർക്ക് നേരെയുള്ള ആക്രമണം തുടർന്ന് വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കോർ കൗണ്ടിലുള്ള 9 വയസ്സുകാരനായ ഇന്ത്യൻ വംശജനെ തലയ്ക്ക് കല്ലെറിഞ്ഞാണ് പരിക്കേൽപ്പിച്ചത്. ആക്രമണം നടത്തിയ 15 വയസ്സുകാരനെ പോലീസ് തിരിച്ചറിഞ്ഞതാണ് വിവരങ്ങൾ. അണർബ് ഗോസ്വാമി നൽകിയ മാനനഷ്ട കേസിൽ ടൈംസ് നൗ എഡിറ്റർ ഇൻ ചീഫ് നാവി കുമാറിനെതിരെ അന്വേഷണം നടത്താൻ ദില്ലി കോടതി നിർദ്ദേശം. ഒഡീഷയിൽ ബ്രാഹ്മണി നദിയിൽ 71 എരുമകൾ കൂട്ടത്തോടെ മുങ്ങിച്ചത്തു. ഉത്തർപ്രദേശിലെ പിലിഭിത്തിയിൽ സ്കൂളുകളിൽ ബെഞ്ചും ഡെസ്കും ലഭിച്ചു. ജില്ലയിലെ 100 കണക്കിന് സർക്കാർ പ്രൈമറി സ്കൂളുകളിലെ 90,000 അധികം കുട്ടികൾക്കാണ് ഇരിക്കാൻ ബെഞ്ചും ഡെസ്കും ലഭിച്ചത്. ആദ്യമായാണ് സ്കൂളിൽ ബെഞ്ച് ഡെസ്ക് ലഭിക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നു. ഓൺലൈൻ ഗെയിമുകാർക്ക് ആപ്പുകൾക്ക് കടിഞ്ഞാടാൻ കേന്ദ്ര സർക്കാർ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള ബില്ലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഓൺലൈൻ ഗെയിമിന് പ്ലാറ്റ്ഫോമുകളെ നിയമചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരാനും ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള ചൂതാട്ടത്തിന് പിഴകൾ ഏർപ്പെടുത്താനും വ്യവസ്ഥയാണ് ബില്ലിലുള്ളത്. ബിൽ നാളെ ലോക്സഭയിൽ കൊണ്ടുവരും. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾക്ക് സംസ്ഥാനത്തേക്ക് മടങ്ങുമ്പോൾ സാമ്പത്തിക സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ മമതാ ബാനർജിയുടെ പ്രഖ്യാപനം. മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഉത്തർപ്രദേശിൽ സർക്കാർ ആശുപത്രിയിൽ നിന്ന് വ്യാജ ഡോക്ടറെ പിടികൂടി. ഉത്തർപ്രദേശിലെ ബസ്തിയിലെ ജില്ലാ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ രോഗികളെ പരിചരിക്കുന്ന വ്യാജ ഡോക്ടർമാരെയാണ് അറ്റൻഡർമാർ പിടികൂടിയത്. 1 മാസത്തിനകം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ല് അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വോട്ടർ അധികാർ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയുടെ വാഹനം പോലീസുകാരുടെ ഭാഗത്തിലൂടെ കയറിയിറങ്ങി. നവാഡയിൽ ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് പുനഃസ്ഥാപിക്കും. ഇന്ത്യ ചൈന ബന്ധം ശക്തമാക്കാനുള്ള നടപടികളുടെ ഭാഗമാണിത്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി പ്രത്യേക ചർച്ച നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെസ്ല കാറുകളുമായി പോയ ട്രക്കിന് തീപിടിച്ചു. ട്രക്കിലുണ്ടായിരുന്ന 8 കാറിൽ 6 കത്തി നശിച്ചു. ബ്രിട്ടനിൽ സിഖ് വയോധികർക്ക് നേരെ ക്രൂരമായ ആക്രമണം. ആഗസ്റ്റ് 15 വോൾവർ ഹംപ്ടണിലെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് 3 കൗമാരക്കാരാണ് 2 സിഖ് പുരുഷന്മാരെ ആക്രമിച്ചത്. ഉത്തർപ്രദേശിലെ ടോൾ പ്ലാസയിലെ ജീവനക്കാർ കെട്ടിയിട്ടു. മർദ്ദിച്ച സംഭവത്തിൽ 6 പേർ കൂടി അറസ്റ്റിൽ. മഹാരാഷ്ട്രയിൽ മുംബൈയിലടക്കം വിവിധ മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അടുത്ത 48 മണിക്കൂർ നിർണായകമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ മുന്നറിയിപ്പ് നൽകി. മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് വൈദ്യുതി വിതരണം താറുമാരുടെ ഉയരത്തിലൂടെ പോവുകയായിരുന്ന മോണോ റെയിൽ ട്രാക്കിൽ കുടുങ്ങി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും സഞ്ജയ് കുമാറിനെതിരെ ദില്ലി പോലീസിൽ പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വ്യാജ പ്രചരണം നടത്തിയെന്നും സർക്കാരിനെതിരായി പ്രവർത്തിച്ചുവെന്നും കാട്ടിയാണ് പരാതി. സുപ്രീംകോടതി അഭിഭാഷകൻ വിനീത് ജിൽജാലാണ് പരാതി നൽകിയത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ കൂടിക്കാഴ്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇത് വലിയ കാര്യം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.